കത്തിക്കാതെ ഇങ്ങോട്ട് ചേച്ചി ഇങ്ങോട്ട് ചുവന്ന ഷർട്ട് ചുമന്ന ഇങ്ങോട്ട് പുഷ്പാർച്ചന കൂടെ നടത്തിയിട്ട് കേരളത്തിലെ BJP ശ്രദ്ധിക്കപ്പെടുന്നു. BJPയുടെ കേന്ദ്രമന്ത്രി, BJPയുടെ MP ശ്രദ്ധാകേന്ദ്രമാണ്, BJPയുടെ മേയർ ശ്രദ്ധാകേന്ദ്രമാണ്. BJP കൊണ്ടുവരുന്ന പരിപാടി, BJPയുടെ ബഡ്ജറ്റ്, കേന്ദ്ര ബഡ്ജറ്റ് 14 രൂപ പരിശോധിച്ചു. ഇവിടെ കേരളത്തിൽ ഒരു ബഡ്ജറ്റ് ആരെങ്കിലും ചർച്ച ആരെങ്കിലും, കാരണം 12-20 വാഗ്ദാനങ്ങൾ ആൾക്കാർ ചിരിച്ചത് എന്തൊക്കെ തമാശ. പക്ഷെ BJP കേന്ദ്ര സർക്കാർ ദേശീയ ജനാധിപത്യ സഖ്യം നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ചർച്ചയാണ്. അതിനൊന്നിനെ അത് കിട്ടി, മറ്റേത് കിട്ടി. ചിലർ പറഞ്ഞു ആമ മാത്രമാണ് കിട്ടിയത്, ചിലർ പറഞ്ഞു ആമയല്ല, നാളികേരത്തിന് പൈസ ഉണ്ട്, ജലഗതാഗതത്തിന് പൈസ ഉണ്ട്, മത്സ്യബന്ധനത്തിന് പൈസ ഉണ്ട്, എയിംസ് കിട്ടിയില്ല. ഇപ്പൊ പറഞ്ഞു MK പ്രേമചന്ദ്രൻ വന്നിട്ട് പറഞ്ഞു എയിംസ് തന്നിട്ടില്ല, പക്ഷേ കൊല്ലത്ത് ESI മെഡിക്കൽ കോളേജ് തന്നല്ലോ, അത് ഉള്ളിൽ വാങ്ങിയില്ല. അപ്പോൾ ആ സത്യം പുറത്തു വന്നില്ല. ESI മെഡിക്കൽ കോളേജ് കൊല്ലത്ത് കൊടുത്ത് തന്ന വെച്ചോ 600 കോടി റുപ്യ തരാം, എസൻഷ്യാലിറ്റി ലെറ്റർ ഇട്ട് തന്നാൽ മതി. അതിപ്പോ ലേശാവുന്നത് വെള്ളത്തിലാണ് കാര്യങ്ങൾ. ഇതൊക്കെയാണ് ചർച്ച. കേന്ദ്ര സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ, BJP തിരുവനന്തപുരത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, സുരേഷ് ഗോപി ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് ചർച്ച. നമ്മളാണ് രാഷ്ട്രീയ രംഗത്ത് നടുക്ക് വെക്കുന്നത്, നമ്മളെ ചുറ്റിപ്പറ്റിയാണ് ചർച്ച. നല്ല കാര്യം, ചിലർ ചീത്ത പറയും, ചിലർ നല്ലത് പറയും, അതൊന്നും വിഷയമില്ല. ചർച്ച നമ്മളാണോ എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് ഇതൊരു എന്താ പറയുക, ചരിത്രത്തിലില്ലാത്ത അവസരമാണ്. കേരള ചരിത്രത്തിൽ BJPക്ക് അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കിട്ടാത്തൊരു അവസരമാണ്. രാജ്യത്ത് മോദി സർക്കാർ ഒരു സ്ഥിരം സംവിധാനമാണ് എന്നുള്ള യാഥാർത്ഥ്യം മലയാളികൾ അംഗീകരിച്ചിട്ടുണ്ട്. മാറ്റാൻ പറ്റില്ല, അതാണ് തൽക്കാലം ചിന്തിക്കണ്ട എന്ന് നമ്മൾ വിചാരിക്കാത്ത ആളുകൾ വരെ പറഞ്ഞു തുടങ്ങി. മോദിനൊന്നും മാറ്റാൻ പറ്റില്ല, അതൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ മോദി സർക്കാർ, കേന്ദ്രത്തിലെ BJP സർക്കാർ ഒരു യാഥാർത്ഥ്യമാണ്. അതിന് ഒരുപാട് കാലം അവിടെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അതിനെ ഉപയോഗിച്ച് കേരളത്തിൽ എന്ത് നേടാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി ചിന്ത സാധാരണക്കാരന്റെ മനസ്സിലുണ്ട്. സാധാരണക്കാരന്റെ മനസ്സ് മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മളതനുസരിച്ച് വരണം. നമ്മള് ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു, ശക്തികേന്ദ്ര ഇൻചാർജുമാരെ നിശ്ചയിച്ചു കഴിഞ്ഞു, നമ്മള് ഇപ്പൊ മണ്ഡലതലത്തിൽ ഓഫീസുകൾ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു, നമ്മൾ ശരിയാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഇപ്പോൾ വോട്ട് ചേർക്കൽ പ്രക്രിയ നടക്കുകയാണ്. അതിന്റെ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ നോക്കണം. അവസാനത്തെ വോട്ടും ചേർക്കണം. ചേർക്കാനുള്ളതൊന്നും വിട്ടുപോകരുത്. അതേ സമയത്ത് വെട്ടി മാറ്റാനുള്ള അനർഹരായ ആരെങ്കിലും കയറി കൂടിയിട്ടുണ്ടെങ്കിൽ ആ അവസാനത്തെ വോട്ടിനെ വെട്ടിമാറ്റാനുള്ള നടപടി നമ്മുടെ ഭാഗത്ത് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഗൃഹസമ്പർക്കം തുടങ്ങും. അടുത്ത ദിവസം നമ്മൾ ഗൃഹസമ്പർക്കം തുടങ്ങും. ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് നേതൃത്വത്തിൽ നമ്മൾ അദാലത്തുകൾ നടത്തുക. പിണറായി വിജയന്റെ സ്വന്തം നിയോജക മണ്ഡലമായ ധർമ്മടത്ത് ഇന്നലെ നടന്ന അദാലത്തിൽ കേരളത്തിലെ KPCC പ്രസിഡന്റിന്റെ ഏട്ടൻ പങ്കെടുത്തു. തണ്ണി ജോസഫിന്റെ ഏട്ടൻ പങ്കെടുത്തു. അവിടെ മുസ്ലിം സഹോദരിമാർ പന്തളിച്ച മുസ്ലിം സഹോദരി വീടിന് വേണ്ടി വന്നതാണ്. കാരണം അവിടെ ചോദിച്ചാൽ കിട്ടൂല, അവിടെ ചോദിച്ചാൽ വീട് തുറക്കും. വിശ്വാസത്തിൽ വന്നതാണ്. നമ്മുടെ രാജ്യത്തിന് വീട് ചോദിച്ച് പറഞ്ഞേറ്റ മുസ്ലിം സ്ത്രീകൾ വന്നു. നിങ്ങളൊരു 10 കൊല്ലം പോലെ അങ്ങനെ സംഭവിക്കുകയും വലിയ മാറ്റമാണ്. പക്ഷേ നമ്മൾ ഗൃഹസമ്പർക്കം, വീട് വിടാൻ തരമുള്ള എന്താ പറയാ, ഡോർ ടു ഡോർ ക്യാമ്പയിൻ, നമ്മുടെ കാര്യങ്ങൾ വിശദീകരിക്കൽ, ഇത് നിർബന്ധമായിട്ടും ഒരു ഉപേക്ഷയെ കൂടാതെ നടത്തണം. കാരണം ഒരു ബൂത്ത് എടുത്ത് 1200-1300 വോട്ടുകൾ ബൂത്ത് എടുത്താൽ 600 വോട്ടർമാർ നമ്മളെ 3-4 പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ്. കിസാൻ കിട്ടുന്നവർ, ആയുഷ്മാൻ ഭാരത് കിട്ടുന്നവർ, ഗരീബ് കല്യാൺ അന്ന യോജന കിട്ടുന്നവർ, അന്ത്യോദയ അന്ന യോജന കിട്ടുന്നവർ, മാതൃവന്ദന കിട്ടിയവർ, ഇങ്ങനെ ഒരു 10-600 വോട്ടർമാർ ഒരു ബൂത്തിൽ 2-3-4 ഗുണഭോക്താക്കളാണ് പദ്ധതികൾ. ഇവരെയൊക്കെ കണ്ടെത്തി കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് അനുകൂലമായി വോട്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കണം. ചിന്ത മാറിയിട്ടുണ്ട്. BJPക്ക് ശരിയാവുന്നു, BJPക്ക് സാധിക്കുള്ളൂ എന്ന ഒരു കാഴ്ചപ്പാട് വന്നിട്ടുണ്ട്. ഒട്ടനവധി വിഷയങ്ങൾ കാര്യമൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ മുമ്പിൽ
എത്ര ആളുകളിൽ എത്ര തവണ എത്തിക്കാൻ സാധിക്കും? 1 തവണ, 2 തവണ, 3 തവണ, 4 തവണ കൂടി കയറിയാൽ, അല്ലെങ്കിൽ 5 തവണ കൂടി കയറിയാൽ പാത്രം കഴിയുമ്പോൾ തെളിഞ്ഞ് വരുമ്പോൾ കൂടുതൽ നമുക്ക് അത് നീക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് വീടുകളിൽ നമ്മൾ എത്തണം, നമ്മുടെ സമ്പർക്കം, അതാണ് നമ്മുടെ ലക്ഷ്യം. വരുന്ന ഒരു 5-6 ദിവസത്തോടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. മാർച്ച് മാസം 14-ാം തീയതി കൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. ഏപ്രിൽ മാസം 3-ാമത്തെ ആഴ്ചയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിൻ്റെ വിഷു വരും, പെരുന്നാൾ വരും, ഇന്നത്തെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ എന്താ പറയാ, അതൊക്കെ നമ്മൾ ആഘോഷിക്കുകയും വേണം. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിലെ അടിസ്ഥാന പ്രവർത്തനം, നല്ല ഫ്ലക്സ് വെച്ചാൽ വോട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ വോട്ട് കിട്ടും, നല്ല വണ്ടിക്കളർ പോസ്റ്റർ വെച്ചാൽ വോട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ വോട്ട് കിട്ടും. പക്ഷേ വോട്ട് നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ അതിന് വീടാന്തരം കയറിയ സമ്പർക്കം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അത് ഇത്തവണ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ നമുക്ക് ചെയ്യാൻ സാധിക്കണം. തിരുവനന്തപുരം മാത്രമല്ല, വടകരയിലും ജയിക്കുന്നത്. തിരുവനന്തപുരത്ത് പോകുന്നുണ്ട്, അപ്പോൾ വടകരയിലും ജയിക്കാം. അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനവുമായി നമുക്ക് മുന്നോട്ട് പോകണം. അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരാനുള്ള ഒരു കേന്ദ്രമാണ് ഈ ഓഫീസ്. ഈ ഓഫീസിന്റെ സൗകര്യം ഉപയോഗപ്പെടുത്തി നമ്മുടെ മണ്ഡലത്തിലെ പ്രവർത്തനം വളരെ ഭംഗിയായി എല്ലാവർക്കും നടത്താൻ സാധിക്കണം. അതിന് ഈ ഓഫീസ് സഹായകരമാകട്ടെ. വടകരയുടെ ഹൃദയം ഭാഗത്ത് തന്നെ ഏറ്റവും അനുയോജ്യമായ സ്ഥലത്താണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഓഫീസ് ലഭ്യമായിട്ടുള്ളത്. നമ്മുടെ ജില്ലാ ഓഫീസിനോട് ചേർന്ന് ജില്ലാ ഓഫീസ് പോലെ തന്നെ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഏറ്റവും സൗകര്യപ്രദമായ ഓഫീസ് നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. വടകരയെ സംബന്ധിച്ചിടത്തോളം LDF-ഓ UDF-ഓ നിയമസഭാ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് തുടങ്ങുന്നതിന് മുമ്പേ NDA-യുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇലക്ഷൻ പ്രവർത്തനം നടത്തുന്ന പാർട്ടിയല്ല ഭാരതീയ ജനതാ പാർട്ടി. നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ആളുകൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതും പേര് തള്ളിക്കുന്നതും, നമ്മുടെ ബൂത്ത് കമ്മിറ്റികളെ രൂപീകരിക്കുന്നതും, ബൂത്ത് കമ്മിറ്റികളെ ചേർത്തുകൊണ്ടുള്ള ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നതും, പഞ്ചായത്ത് ഇൻചാർജുമാരെ നിശ്ചയിക്കുന്നതും എന്ന് വേണ്ട ഏറ്റവും താഴെ തട്ടിലുള്ള അടിസ്ഥാനപരമായ പ്രവർത്തനം വരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് BJP-യുടെ കേന്ദ്ര നേതൃത്വം വടകര മണ്ഡലത്തിൽ ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായാൽ മതി. ആ നിമിഷം തന്നെ ആ സ്ഥാനാർത്ഥിയുടെ ബോർഡ് ഇവിടെ വരും. നമ്മൾ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കും. അത് വ്യക്തമായി ആരായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് വടകരയുടെ മാത്രം കാര്യമല്ല. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും BJP പൂർണ്ണ സജ്ജമായി ഇലക്ഷൻ വരെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. BJP ജയിക്കാൻ പോകുന്ന പാർട്ടിയല്ല എന്ന് പറഞ്ഞു നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആളുകൾ പറയുന്നു BJP അഭൂതപൂർവമായിട്ടുള്ള വളർച്ചയാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തലസ്ഥാന നഗരം നിങ്ങൾ ഭരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഏത് മണ്ഡലത്തിലും വിജയിച്ചു കയറാൻ പറ്റുമെന്ന തോന്നൽ ഇത് ഞങ്ങൾക്ക് ഉണ്ടാവുകയാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ ഉരുപ്പ് കോട്ടയാണ് മുഖ്യമന്ത്രി മത്സരിച്ച് ജയിച്ച നമ്മുടെ മണ്ഡലം. ഇന്നലെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയെ കാണാൻ വേണ്ടി നമ്മുടെ മണ്ഡലത്തിൽ CPM-ന്റെ ഉരുപ്പ് കോട്ടയിൽ ഒഴുകിയെത്തിയത് 5000-ലേറെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ ആളുകളാണ്. നമ്മുടെ ഓഫീസിലെയും ഹെൽപ്പ് ഡെസ്കിലെ സ്റ്റാഫുകൾ അവിടെ പോയിരുന്നു. അവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലുള്ള പരാതികൾ തൊട്ട് ഞെട്ടിപ്പോവുകയാണ്. നമ്മളെന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്ത്, നമ്മുടെ മണ്ഡലത്തിന്റെ മാത്രമല്ല, നമ്മളെന്ന് പറയുന്ന സ്പെസിഫിക് പ്രദേശത്ത് 20 ആളുകളാണ് ജപ്തി ഭീഷണിയിലുള്ളത്. അവർ ആ ജപ്തിയുടെ നോട്ടീസ് കൊണ്ട് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരന്റെ അടിയിലേക്ക് വരികയാണ്. ഞങ്ങളെ രക്ഷിക്കണം, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ല. ഞങ്ങൾ മുഖ്യമന്ത്രിയോട് എത്രയോ വട്ടം പറഞ്ഞു, ഞങ്ങളുടെ MLA-യോട് ഒരു കാര്യവുമില്ല, ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. BJP-യുടെ സംസ്ഥാന അധ്യക്ഷനെ കാണാൻ വേണ്ടി മണ്ഡലത്തിൽ ആളുകൾ വരികയാണ്. വീടില്ലാത്തവർ, കുടിവെള്ളമില്ലാത്തവർ, എന്തെല്ലാം പരാതികളാണ്. ഏകദേശം 5000-ഓളം പരാതികളാണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട്
BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ കൈകളിലേക്ക് നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് മാത്രം കിട്ടിയത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ഇതൊരു കൃത്യമായ സൂചനയാണ്. ഇവിടെ പിണറായി സർക്കാർ കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ ഈ സർക്കാർ സാധിച്ചിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ നേർചിത്രമാണ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുള്ളത്. ഇവിടെ സമ്പൂർണമായിട്ടുള്ള പരാജയമാണ്. സാധാരണക്കാർ പൊറുതിമുട്ടുകയാണ്. ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. പരമ്പരാഗത നമ്മുടെ വടകര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായിട്ടുള്ള ഒരുപാട് വ്യവസായങ്ങളുണ്ട്. മൺപാത്ര നിർമ്മാണ മേഖലയുണ്ട്, കൈത്തറിയുണ്ട്, പലതുമുണ്ട്. കൈത്തറിയുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് സൊസൈറ്റികൾക്ക് കിട്ടാൻ ബാക്കിയുള്ളത്. ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ട് നെയ്ത് കൈ മുറിയുന്നത് വരെ നെയ്താൽ ഒരു ദിവസം അവർക്ക് കിട്ടാൻ പോകുന്നത് 300-400 രൂപയാണ്. സർക്കാരിലേക്ക് യൂണിഫോം നെയ്ത് കൊടുത്ത വകയുള്ള പൈസ പോലും ഇന്നേ വരെ കിട്ടിയിട്ടില്ല എന്ന് സങ്കടത്തോടുകൂടി നെയ്ത്തുകാർ പറയുകയാണ്. മൺപാത്ര വ്യവസായം നമ്മുടെ വടകരയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പാരമ്പര്യമുണ്ട്. മൺപാത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗണേശനൊക്കെ മൺപാത്ര നിർമ്മാണ സഭയുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനാണ്. അതിനകത്തുള്ള BJPയുടെ ഗണേശൻ മൺപാത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവരനുഭവിക്കുന്ന പ്രതിസന്ധികൾ നേരിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് കളികൊണ്ട് കിട്ടുന്നില്ല. അവർക്ക് പാത്രങ്ങൾ വിപണി ലഭ്യമല്ല. പുതിയ തലമുറ ആരും മൺപാത്ര നിർമ്മാണത്തിലേക്ക് കടന്നു വരുന്നില്ല.